ഓം ശാന്തി. എപ്പോഴും അമ്മമാരുടെ പരാതിയാണ് മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന്. ഇന്ന് രണ്ട് രീതിയിലുള്ള ഉപായങ്ങൾ നിങ്ങൾക്ക് ഞാൻ അതിന് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ അവർക്ക് എന്ത് ആഹാരം കൊടുക്കുകയാണെങ്കിലും ആഹാരത്തിനൊക്കെ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് ചാർജ് ചെയ്ത് കൊടുക്കണം. എന്താണ് ഒന്നാമത്തെ ചാർജിങ് എന്ന് വെച്ചാൽ, ഫുഡ് അവർക്ക് കൊടുക്കാൻ പോകുന്നതിനേക്കാൾ മുന്നേ നല്ല കുട്ടിയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും, നല്ല അനുസരണയുള്ള സ്നേഹിയായിരിക്കുന്ന മകനാണ് അല്ലെങ്കിൽ മകളാണ്, എല്ലാ കാര്യവും അക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നവരാണ്, ഈ രീതിയിലെ സങ്കല്പത്തിനെ ഒരു 9 പ്രാവശ്യം ആ ഫുഡിലേക്ക് നോക്കിയിട്ട് നമ്മുടെ സങ്കല്പം അതിൽ കലരുണ്ട് എന്നുള്ളതായിട്ടുള്ള വിശ്വാസത്തോടു കൂടി ഇവിടെ നിന്നുള്ളതായിട്ടുള്ള ഊർജ്ജം അതിൽ പോയി കലരുന്നു, ഈ സങ്കല്പം അതിൽ കലരുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം. അഥവാ നിങ്ങൾ കാപ്പിയോ ചായയോ അല്ലെങ്കിൽ ഹോർലിക്സോ വെള്ളമോ എന്തെങ്കിലുമാണ് കുടിക്കാൻ കൊടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസിൻ്റെ മുകളിൽ നിങ്ങളുടെ വിരൽ കൊണ്ടും 3 പ്രാവശ്യം ഇവർ നല്ല കുട്ടിയാണ്, ഇവർ നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, ഇവർ നല്ല കുട്ടിയാണ്, നല്ല അനുസരണയുള്ള മോനാണ്, നല്ല ഓർമ്മശക്തിയുള്ള കുട്ടിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 9 തവണ ഗ്ലാസിൻ്റെ മുകളിൽ വെള്ളം തൊടണ്ട, അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഏറ്റവും സെൻട്രലായിട്ട് ജസ്റ്റ് തൊടുന്നു എന്നുള്ള പോലെ, ടച്ച് ചെയ്യേണ്ട കൈ കൊണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തായിട്ട് ആ എനർജിനെ അതിൽ ലോക്ക് ചെയ്യുക. മീൻസ് ഒരു 3, 4, 5 റൗണ്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരിക്കണം. ആ എനർജി അതിനുള്ളിലേക്ക് ആവഹിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ആ ഗ്ലാസിൻ്റെ എൻഡിൽ ഇങ്ങനെ വിരലുകൊണ്ട് കൊട്ടിയിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ ശേഷം ആ വെള്ളം അല്ലെങ്കിൽ ആഹാരം മക്കളെ കഴിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിക്കൊണ്ട് അവരുടെ മൈൻഡിനെ മാറ്റാനുള്ള ശക്തി കിട്ടും. ആഹാരത്തിന് മനസ്സിൻ്റെ മേലെ വലിയ പ്രഭാവമാണ്. അതും കൂടുതൽ വെള്ളത്തിന് വളരെയധികം എനർജി അബ്സോർബ് ചെയ്യാനും അത് മറ്റുള്ളവരുടെ ശരീരത്തിൽ ഈസിലി ആക്ട് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, കഴിയുമെങ്കിൽ ഒരു കഷ്ണം ആലം, കുറച്ച് വലിയൊരു ആലം മക്കൾ പഠിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ അത് അവിടെ ഒരു എനർജി, പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു എനർജീനെ ആക്ടിവേറ്റ് ചെയ്യും. അവരുടെ ബുദ്ധിയുടെ കാരകമായിരിക്കുന്ന ബുധൻ ആക്ടിവേറ്റ് ആകും. അതുകൊണ്ട് ഒരു കഷ്ണം ആലം നിങ്ങളുടെ മേലെ ടേബിളിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അതും കുട്ടികൾക്ക് പഠിക്കാനുള്ളതായിരിക്കുന്ന ശക്തി കൂട്ടും. അതുകൊണ്ട് ഈ 2 ഉപായങ്ങൾ, ഒന്ന് അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അത് ചാർജ് ചെയ്ത് കൊടുക്കണം, മറ്റൊന്നാലം അവരുടെ ടേബിളിന് മുകളിൽ വെക്കണം. മൂന്നാമത്തൊരു കാര്യം കൂടി, നിങ്ങൾ മക്കൾ പഠിക്കുന്ന സമയത്ത് അവരുടെ സ്ഥലത്തിരുന്നിട്ട് മൊബൈൽ നോക്കാതിരിക്കുക. മക്കൾ പഠിക്കുമ്പോൾ നിങ്ങൾ വേറെ മൊബൈലിൽ വേറെ പ്രോഗ്രാം കണ്ടിരിക്കാതിരിക്കുക. അത് മക്കളുടെ മനസ്സിന് ഓട്ടോമാറ്റിക്കലി ആ ശ്രദ്ധ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് മോഡലാവാൻ അച്ഛനമ്മമാർ ശ്രമിക്കുകയും ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ വളരെ വേഗത്തിൽ പറഞ്ഞതനുസരിക്കുന്ന നല്ല മക്കളാക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ. ഓം ശാന്തി.